ഓക്കെ, നമുക്കൊന്ന് ലീനിയർ റിഗ്രഷന്റെ ഒരു സോൾഡ് എക്സാമ്പിൾ നോക്കുകയാണ്. സോ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഇയേഴ്സ്, വൈ എന്ന് പറഞ്ഞാൽ സാലറീസ് ഇൻ $1,000. 1 ഇയർ എക്സ്പീരിയൻസിന് 32 ആണ് സാലറി, 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിന് 34 ആണ് സാലറി, 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിന് 43K ആണ് സാലറി, 4 ഇയേഴ്സിന് 45K, 5 ഇയേഴ്സിന് 50K. സോ നമുക്കൊരു ലൈൻ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് വേണം. ഇതിന്റെ കൂടെ ഒരു ഹൈപ്പോത്തസിസ് കൂടെ നോക്കുകയാണെങ്കിൽ എസ് തീറ്റ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു θ0 പ്ലസ് θ1x. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീൻ കമ്പ്യൂട്ട് ചെയ്യണം. ഇത് എക്സിന്റെ മീനും വൈന്റെ മീനും കമ്പ്യൂട്ട് ചെയ്യണം. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 1 + 2 + 3 + 4 + 5 ഹോൾ ഡിവൈഡഡ് ബൈ 5, നമുക്ക് 3 എന്ന് കിട്ടും. വൈയും അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മീൻ വാല്യൂസ് ആയിട്ടുള്ളത് 3ഉം 40.8ഉം കിട്ടി. അപ്പൊ നമുക്ക് സ്ലോപ്പ് ആൻഡ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. സോ θ1 ഈസ് ഈക്വൽ ടു θ1ന്റെ ഒരു ബേസിക് ഇക്വേഷൻ ആണ് ഈ സാധനം നോക്കി കേട്ടോ. ഇത് സിഗ്മ xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് y ബാർ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇത് നോക്കുകയാണെങ്കിൽ xi മൈനസ് എക്സ് ബാർ നോക്കുകയാണെങ്കിൽ എന്താണ് 1 മൈനസ് 3, അതായത് -2 ഇൻറ്റു 32 മൈനസ് 40.8, അതായത് -8.8 പ്ലസ് അതേപോലെ തന്നെ 2 മൈനസ് 3, അതായത് -1 ഇൻറ്റു 34 മൈനസ് 40.8, അതായത് -6.8 പ്ലസ് 3 മൈനസ് 3 0 ഇൻറ്റു 43 മൈനസ് 40.8, അതായത് 2.2 പ്ലസ് 1 ഇൻറ്റു അതായത് 4 മൈനസ് 3, അതായത് 1 ഇൻറ്റു 45 മൈനസ് 40.8, അതായത് 4.2 പ്ലസ് 5 മൈനസ് 3, അതായത് 2 ഇൻറ്റു 50 മൈനസ് 40.8, അതായത് 9.2 ഹോൾ ഡിവൈഡഡ് ബൈ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. xi മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഇത് 1 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇങ്ങനത്തെ ഓരോ വാല്യൂസ് കിട്ടും. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 47/10, അതായത് 4.7 വാല്യൂ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ എന്ത് θ1ന്റെ വാല്യൂ. അപ്പൊ ഇനി നമുക്ക് θ0 കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ y is equal to θ0 plus θ1x എന്നാണ് നമ്മൾ ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. ഈ ഇക്വേഷനിൽ ഇവിടെ y of x എന്നിട്ട് കൊടുക്കാം, y ബാർ എന്നിട്ട് കൊടുക്കാം. നമുക്ക് y ബാർ is equal to θ0 plus θ1x. അപ്പൊ θ1 നമുക്ക് എന്ത് കിട്ടി? 4.7 കിട്ടി. 4.7 കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? θ0 is equal to y ബാർ അപ്പുറത്തുണ്ട്, y ബാർ മൈനസ് θ1x. അതായത് ഇപ്പൊ ഇതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ θ0 ഇവിടെ നിർത്തിയിട്ട് y ബാർ ഓഫ് എക്സ് ഇവിടെ ഉണ്ട്, മൈനസ് ഈ പ്ലസ് θ1 എക്സിനെ നമുക്ക് ലെഫ്റ്റ് ഉണ്ടായി. അപ്പോ θ ഓഫ് എക്സ് മൈനസ് θ1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു θ0, അഥവാ y ബാർ മൈനസ് θ1 എക്സ് ബാർ ഇസ് ഈക്വൽ ടു θ0. ഇവിടുത്തെ എക്സിനെ നമുക്ക് എക്സ് ബാർ ആക്കിയിട്ട് നോക്കാവുന്നതാണ്. സോ θ0 is equal to y bar minus θ1x. നമുക്ക് എന്ത് കിട്ടി? 40.8, അതായത് y bar മൈനസ് θ1ന്റെ വാല്യൂ 4.7, 4.7 ഇൻറ്റു എക്സ് ബാറിന്റെ വാല്യൂ എന്താണ് ഇവിടെ? 3 ഇൻറ്റു 3. അപ്പൊ നമുക്ക് 26.7 കിട്ടും. ഒരു ഫൈനൽ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ θ of x is equal to θ0 plus θ1x. അപ്പൊ θ0 വാല്യൂ 26.7 പ്ലസ് 4.7 ഇൻറ്റു എക്സ്. ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദിസ് മീൻസ് എ പേഴ്സൺ വിത്ത് 0 എക്സ്പീരിയൻസ് ഈസ് പ്രഡിക്റ്റഡ് ടു ഏൺ 26.7K ആൻഡ് ഈച്ച് ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആഡ് 4.7K. ഇത് വെച്ചിട്ട് ഈ മോഡലിൽ വെച്ചിട്ട് നമുക്ക് ആ ഡാറ്റ ശരിയാണോ നോക്കാം. സോ 1 എക്സ്പീരിയൻസ് ഉള്ള എത്രയാണ്? 26.7 പ്ലസ് 4.7 ഇൻറ്റു 1. 26.7 പ്ലസ് 4.7 എത്രയാണ്?
32 ആ കറക്റ്റ് ആ റേഞ്ചിൽ വരുന്നുണ്ട്. സോ സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ theta of x equal to 26.7 പ്ലസ് 4.7x. ഇപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് 26.7 പ്ലസ് 4.7 എന്ന് പറയുമ്പോൾ 31.4 നമുക്ക് വരും. സോ നമുക്ക് 32 ആണ് കിട്ടിയത്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഒരു 6.6ന്റെ എറേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് എറേഴ്സ് ഇതിൽ വരും. ലൈക്ക് നമ്മുടെ മോഡല് പെർഫെക്റ്റ്ലി ആക്യുറേറ്റ് നമ്മളിപ്പം പറയുന്നില്ല. നമുക്കൊരു പ്രോബബിലിറ്റി ആണ് മേക്കപ്പ് ചെയ്യാനുള്ളത്. നോക്കുകയാണെങ്കിൽ അപ്പോൾ 47 ലൈക്ക് 26.7 പ്ലസ് 4.7 ഇൻറ്റു 2, അതായത് 4.7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 36.1. അത് അല്ല 2.2 റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് എന്ത് വരും? 40.8 കണ്ട, അവിടെ 43 വന്നു. ലൈക്ക് ഒരു 2.2 റേഞ്ചിലുള്ള ഒരു മാക്സിമം എറേഴ്സ് നമുക്ക് ഇത് വരുന്നുണ്ട്. ലൈക്ക് അത് നമുക്ക് മീൻ സ്ക്വയറിൽ നെഗ്ലക്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് കുറച്ചൊക്കെ അല്ല വരുന്നുള്ളൂ. ലൈക്ക് ഒരു 2.2 റേഞ്ച് ഒക്കെ. ലൈക്ക് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് ചെയ്യേണ്ടി വരുള്ളൂ. ഒരു ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ consider the hypothesis of linear regression as theta of x equal to theta 0 plus theta 1x. The cost function is given by j of theta 1 plus theta 0 plus theta 0 comma theta 1 is equal to 1 by 2m sigma x equal to 1 to m as theta of x of I minus y of I the whole square. Given the training examples തന്നിട്ട് x comma x y തന്നിട്ട് 3 1 0 4 2 2 1 3. അപ്പോൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇത് നമുക്കൊരു ലൈക്ക് യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഇതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ റിഗ്രഷൻ ഭാഗത്ത് നിന്ന് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. So find the value of s theta of 2 when theta 0 is equal to 0 and theta 1 is equal to 1.5. Compute the cost function j of theta like j of 0, 1. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ 0 ഓഫ് 2 നമുക്ക് കണ്ടുപിടിക്കാം. എപ്പോൾ ഉള്ളത്? തീറ്റ 0 ഉള്ളത് 0 ആയിരിക്കും, തീറ്റ 1 ഉള്ളത് 1.5 ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയ വാല്യൂസ്, അതായത് തീറ്റ 0 ഈക്വൽ ടു 0 ആൻഡ് തീറ്റ 1 ഈക്വൽ ടു 1.5 നമ്മൾ ഡയറക്റ്റ് ആ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എസ് തീറ്റ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 1.5 എക്സ് നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ എസ് തീറ്റ ഓഫ് 2 കണ്ടുപിടിക്കുക. എസ് തീറ്റ ഓഫ് എക്സ് എന്നാണ് നമ്മളെ മെയിൻ ഫോർമുല ഉള്ളത്. ആ എക്സിന്റെ സ്ഥലത്ത് നമ്മൾ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 പ്ലസ് 1.5 ഇൻറ്റു 2 അതാണ് ഇവിടെ നമ്മൾ നോക്കാം. സോ അത് 0 പ്ലസ് 1.5 ഇൻറ്റു 2, അപ്പോൾ 3 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടി. അത് എസ് തീറ്റ ഓഫ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 3 ആണ് ആൻസർ വരുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ കിട്ടി. We compute the cost function j of 0, 1. അപ്പോൾ compute the cost function j of 0, 1 നോക്കുകയാണെങ്കിൽ j of 0, 1 is equal to 1 by 2m sigma I is equal to 1 to m as theta of x of I minus y of I the whole square. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല. നമുക്ക് എന്തൊക്കെ ഗിവൺ ആയിട്ട് വന്നിട്ടുണ്ട്? തീറ്റ 0 ഈക്വൽ ടു 0 ആയും തീറ്റ 1 ഈക്വൽ ടു 1. ഈ ഡയറക്റ്റ് ഇക്വേഷനിൽ കണ്ട j of theta 0, theta 1 എന്നുള്ള ബേസിക് ഇക്വേഷനിലാവാറ്. കണ്ടാ ആ j of theta 0, theta 1 നമുക്ക് എന്താണ് വന്നിട്ടുള്ളത്? 0 ഉള്ള സ്ഥലത്ത് ഏതാണ്? അല്ല, തീറ്റ 0 ഉള്ള സ്ഥലത്ത് 0 ആയും തീറ്റ 1 ഉള്ള സ്ഥലത്ത് 1. അപ്പൊ നമുക്ക് ബേസിക് ഫോർമുല ആ ഇക്വേഷൻ തന്നുകൊണ്ട് എസ് തീറ്റ ഓഫ് എക്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 0 പ്ലസ് 1 ഇൻറ്റു എക്സ്, അതായത് എസ് തീറ്റ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ലൈക്ക് ഈ ഒരു ഭാഗം നമുക്ക് എക്സ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഇസ് ഈക്വൽ ടു എസ് തീറ്റ ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്താണ്? 0 പ്ലസ് 1 ഇൻറ്റു 3, അതായത് 3 തന്നെയാണ്. സോ 3 മൈനസ് 2, അതായത് 3 മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതേപോലെ തന്നെ ഫോർ എക്സ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, എസ് തീറ്റ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1 മൈനസ് 2 അതും 1 തന്നെയാണ്, അതായത് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. ഫോർ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1, തീറ്റ ഓഫ് 0 ഈക്വൽ ടു 0. സോ ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോർ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, എസ് തീറ്റ ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 1 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1.
പിന്നെ 4x ഈക്വൽ ടു 0, y is equal to 1, s theta of 0 എന്ന് പറയുന്നത് equal to 0 and 0 minus 1 is equal to 1. The whole square is equal to 1. So for x equal to 4, y is equal to 3, s theta of 4 എന്ന് പറയുന്നത് 4 തന്നെയാണ്. So 4 minus 3 the whole square is equal to 1. ഇത് എക്സിന്റെ വാല്യൂ തന്നെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത് അവിടെ എസ് തീറ്റ ഓഫ് എക്സ് ആയിട്ട് കിട്ടുന്നത്. കാരണം എന്താണ് ഇതില് 0 തീറ്റ 0 പ്ലസ് തീറ്റ 1 എക്സില് നമുക്ക് 0യും 1ഉം വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എസ് തീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പൊ വേറെ വല്ല വാല്യൂസ് 1,1 ആണെങ്കിൽ 1 പ്ലസ് 1 ഇൻറ്റു എക്സ്, അതായത് 1 പ്ലസ് എക്സ് നമുക്ക് ഫോർമുല ആവും. സോ എക്സ് 3 ആണെങ്കിൽ നമ്മൾ എന്ത് പറ്റും ആ എക്സിന്റെ വാല്യൂ വരുന്നത് ലൈക്ക് 4 വരും ഇവിടെ, അങ്ങനെ വരും. സോ ഇവിടെ ഈ ഫോമിൽ നമുക്ക് എക്സ് തന്നെ കിട്ടിയോണ്ട് നമുക്ക് ഈ എക്സിന്റെ സെയിം സാധനം തന്നെ തീറ്റ ഓഫ് എക്സ് ആയിട്ട് എടുക്കാൻ. ഇത് നമുക്ക് ഈ വാല്യൂസ്, അതായത് സിഗ്മ ഐ is equal to 1 to m as theta of x of i minus y of i the whole square നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് 1 1 1 1. ഇപ്പൊ 4 1 കിട്ടി. സം ഓഫ് ഓൾ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1, അതായത് ഈ കിട്ടിയ എല്ലാ സമം കൂടി ആഡ് ചെയ്യും. അപ്പോ നമ്പർ ഓഫ് എക്സാമ്പിൾസ് എത്ര നോക്കാം. ഇവിടെ 4 സാമ്പിൾസ് ഉണ്ട്. സോ എമ്മിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ നമുക്ക് 1/2 m, 2 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 4 ഇൻറ്റു ഈ സിഗ്മയുടെ വാല്യൂസ് എത്രയാണ് 4. അപ്പോ ജെ ഓഫ് 0,1 എന്ന് പറയുന്നത് 1/2 m, 1/2 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പൊ 1/8 ഇൻറ്റു 4 അപ്പൊ എത്രയാണ് 0.5. അപ്പോ കോസ് ഫംഗ്ഷന്റെ നമുക്കൊരു എറർ നോക്കുകയാണെങ്കിൽ ജെ ഓഫ് 0,1 ഇസ് ഈക്വൽ ടു 0.5. ഇതാണ് ഈ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ. ഇതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സാധനമാണ്, ലൈക്ക് ഇന്റഗ്രേഷൻ വിത്ത് കോസ്റ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ. സോ ഇത് നമുക്ക് ലൈക്ക് സീരീസിനോ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുള്ളതാണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ലൈക്ക് സിമ്പിൾ ആണ്, ലൈക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഈ കോസ്റ്റ് ഫംഗ്ഷന്റെ ഇത് നമുക്ക് ലൈക്ക് ഫോർമുല ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ ഇന്റഗ്രേഷന്റെ ഹൈപ്പോത്തസിന്റെ ഇക്വേഷനും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്റഗ്രേഷൻ വിത്ത് മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്ക് നോക്കാവുന്നതാണ്.